Hello everyone, welcome to Competitive Cracker Technical Classes. ഞാൻ പ്രിൻസ് ജെ മാത്യു. സോ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് IC എൻജിൻസ്, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ്. AMVയുടെ സ്റ്റാർട്ടിങ്ങിൽ സിലബസ് നോക്കിയാൽ അറിയാം, അതിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന ടോപ്പിക്കാണ്. സിലബസിൻ്റെ ഫസ്റ്റ് ലൈനാണ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിനകത്ത് പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ഓട്ടോമോട്ടീവ് എഞ്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകളാണ്. അതിൽ ഫസ്റ്റ് തന്നെ വരുന്നതാണ് സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ക്രാങ്ക് കേസ്. എന്താണ് സിലിണ്ടർ ബ്ലോക്ക്, എന്താണ് ക്രാങ്ക് കേസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും. അതിനുശേഷം വരുന്നതാണ് സിലിണ്ടർ ഹെഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സമ്പ് അല്ലെങ്കിൽ ഓയിൽ പാൻ എന്ന് പറയും. ലൂബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഓയിലിൻ്റെ റിസർവോയറിനെയാണ് നമ്മൾ സമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഓയിൽ പാൻ എന്ന് പറയും. നെക്സ്റ്റ് മാനിഫോൾഡ്സ് അറിയാം, ഇൻലെറ്റ് മാനിഫോൾഡും ഉണ്ട്, എക്സോസ്റ്റ് മാനിഫോൾഡും ഉണ്ട്. ഗ്യാസ്കറ്റ്സ് ആണ് ലീക്ക് പ്രൂഫ് ചെയ്യാൻ വേണ്ടി, ലീക്ക് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു വാഷർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ട് പാർട്ടുകളുണ്ട്, ഏതാ എഞ്ചിൻ ബ്ലോക്കും ഉണ്ട്, എഞ്ചിൻ ഹെഡും ഉണ്ട് അല്ലേ. സിലിണ്ടർ ബ്ലോക്കും സിലിണ്ടർ ഹെഡും ഉണ്ട്. അപ്പോൾ ഈ സിലിണ്ടർ ബ്ലോക്കും സിലിണ്ടർ ഹെഡും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നട്ട് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ലീക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതാണ് ഗ്യാസ്കറ്റ്സ്. നെക്സ്റ്റ് വരുന്നത് സിലിണ്ടേഴ്സ്, എഞ്ചിൻ്റെ സിലിണ്ടറാണ്. നെക്സ്റ്റ് പിസ്റ്റൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. എഞ്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. സോ അത് കഴിയുമ്പോഴത്തേന് വരുന്നതാണ് പിസ്റ്റൺ റിങ്സ്, പിന്നീട് കണക്റ്റിംഗ് റോഡ്, പിസ്റ്റണിൽ നിന്നും നേരെ കണക്റ്റിംഗ് റോഡ്. അത് കഴിയുമ്പോഴത്തേന് പിസ്റ്റൺ പിൻസ് വരും. അവിടെ നിന്ന് നേരെ ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ്. കണക്റ്റിംഗ് റോഡിൽ നിന്നും പിസ്റ്റണെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കണക്റ്റിംഗ് റോഡ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് കണക്റ്റിംഗ് റോഡ് എന്ന് വന്നത്. നെക്സ്റ്റ് മെയിൻ ബെയറിങ്സ് അല്ലേ. അപ്പോൾ ഈ ക്രാങ്ക് കേസിങ്ങിനകത്ത്, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന ക്രാങ്ക് കേസിങ്ങിലാണ്. ക്രാങ്ക് കേസിങ്ങിലാണ് എന്ത് കാണുന്നത്, മെയിൻ ബെയറിങ്സ് കാണുന്നത്. ഈ ബെയറിങ്ങിനകത്താണ് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് വാൽവ്സും വാൽവ് ആക്ച്വേറ്റിംഗ് മെക്കാനിസവും ഇല്ലേ. നമ്മുടെ ഇൻലെറ്റ് വാൽവും നമ്മുടെ എക്സോസ്റ്റ് വാൽവും ഒക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിങ്ങിൽ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യണം. അതുപോലെ തന്നെ സീൽഡും ആയിരിക്കണം. അതുവഴി ഒരിത്തിരി പോലും എന്ത് ചെയ്യരുത്, അതിൻ്റെ കറക്റ്റ് സമയത്തിന് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ടൈമിൽ ലീക്ക് ഉണ്ടാവരുത്. അതുപോലെ തന്നെ പവർ സ്ട്രോക്കിൻ്റെ സമയത്തൊന്നും ലീക്ക് ഉണ്ടാവരുത്. അങ്ങനെ ലീക്ക് പ്രൂഫായിട്ട് വാൽവിനെ സെറ്റ് ചെയ്യണം, അതിനെ ആക്ച്വേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മെക്കാനിസംസ് ഉണ്ട്. നെക്സ്റ്റ് മഫ്ലേഴ്സ് അല്ലേ. മഫ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റിനെ നമ്മൾ കുറച്ചുകൂടെ കണ്ടെയ്ൻഡ് ആയിട്ട് പുറത്ത് തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മഫ്ലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ഓട്ടോമൊബൈൽ എൻജിനകത്ത് വരുന്നത്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ക്രാങ്ക് കേസിനെ പറ്റിയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ സിലിണ്ടർ ബ്ലോക്കാണ് നോക്കുന്നത്. സിലിണ്ടർ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത് ബെയറിങ്ങും അതുപോലെ തന്നെ സിലിണ്ടറും ഹൗസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ സിലിണ്ടർ ബ്ലോക്കിനകത്താണ് എന്ത് കാണപ്പെടുന്നത്, ബെയറിങ്സും അതുപോലെ തന്നെ പിസ്റ്റൻ്റെ ഗൈഡും അതുപോലെ തന്നെ സിലിണ്ടേഴ്സും എല്ലാം കാണപ്പെടുന്നത്. ഇതിനെല്ലാം ചേർത്ത് വെച്ച് ഒരു ഹൗസിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനിയും സിലിണ്ടറിന് ചുറ്റും, സിലിണ്ടർ എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ കാണുന്ന ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലല്ല, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു പാട്ട അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ടല്ല കാണുന്നത്. പിന്നെയോ സിലിണ്ടറിക്കൽ ഒരു ബോറാണ്, ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ ബോർ ചെയ്ത് വെച്ചേക്കാണ് സിലിണ്ടർ. സോ അതിനെയാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിലിണ്ടർ ഷേപ്പിൽ ഔട്ടർ അങ്ങനെയില്ല. ഔട്ടർ എന്ന് പറയുന്നത് ഒരു ഹൗസിംഗ് ആണ്. ഹൗസിങ്ങിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിണ്ടർ ബോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയും ഈ സിലിണ്ടേഴ്സിന് ചുറ്റും കൂളൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസേജസ് ഉണ്ട് അല്ലേ. തീർച്ചയായിട്ടും സിലിണ്ടറിനകത്ത് എന്ത് സംഭവിക്കും, എക്സ്പ്ലോഷൻ നടന്നിട്ട് അല്ലെങ്കിൽ ഈ ഫ്യൂവൽ കത്തിയിട്ട് ഹീറ്റ് ജനറേറ്റ്, ഈ ഹീറ്റ് എനർജിയാണ് എന്തായിട്ട് മാറുന്നത്, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ അതിനകത്ത് ഹീറ്റ് നമുക്ക് കുറേയൊക്കെ ഹീറ്റ് ലോസായി പോകും, കുറേയേറെ ഹീറ്റ് ലോസായി പോകും. വളരെ കുറച്ച് ഹീറ്റ് മാത്രമേ എന്തായിട്ട് മാറത്തുള്ളൂ, വർക്കായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഹീറ്റിനെ നമ്മൾ ഡെസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഹീറ്റിനെ എന്ത് ചെയ്യണം, പുറന്തള്ളണം. അത് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കൂളൻസ് ഉപയോഗിച്ചിട്ടാണ്
നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കൂളൻസിനെ സിലിണ്ടറിന് ചുറ്റും പാസ് ചെയ്യിക്കാൻ വേണ്ടി പാസേജസ് ഉണ്ട്. ഇനിയും ഈ പാസേജസ് എന്ന് പറയുന്നത് എവിടെയാ? നേരത്തെ പറഞ്ഞു എൻജിൻ്റെ ബ്ലോക്ക് അല്ലെ സിലിണ്ടറിൻ്റെ ബ്ലോക്കിൻ്റെ ഫേസ് ഉണ്ട്. സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഫേസ് ഉണ്ട്. ആ ഫേസിൽ ഓപ്പൺ ചെയ്യുകയാണെന്നെങ്കിൽ അതിനെ ഓപ്പൺ ഡെക്ക് എന്ന് പറയും. ഇല്ല, ക്ലോസ്ഡ് ആണ്. അതായത് ഈ പറയുന്ന പാസേജ് നമ്മൾ സർഫസ് വരെ എത്തുന്നില്ല. ആ ഡ്രിൽഡ് ഹോള് ഈ കൂളൻസ് പാസ് ചെയ്യാനുള്ള ഹോളുകൾ ഈ സിലിണ്ടർ ബ്ലോക്കിൻ്റെ സർഫസിന് മുകളിൽ എത്തുന്നില്ലെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ക്ലോസ്ഡ് ഡെക്ക് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതാണ് ജോയിൻ ഫേസ്. അതായത് സിലിണ്ടർ ബ്ലോക്കും സിലിണ്ടർ ഹെഡും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഫേസ് ആണ് ഈ കാണുന്നത്. ഈ ഫേസിന്റെ മുകളിൽ ആ പറയുന്ന കൂളന്റ് പാസ് ചെയ്യുന്ന പാസേജ് ഓപ്പൺ ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് ഇസ് ഓപ്പൺ ഡെക്ക്. അതല്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല, 1 ഇഞ്ചോ 2 ഇഞ്ചോ താഴെ ആ ഡ്രിൽഡ് ഹോളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതിനെ ക്ലോസ്ഡ് ഡെക്ക് എന്ന് പറയും. സോ ഇതാണ് ജോയിൻ ഫേസ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ജോയിനിങ് ഫേസ്. അതായത് സിലിണ്ടർ ഹെഡും സിലിണ്ടർ ബ്ലോക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഫേസ് ആണ് ഈ കാണുന്നത്. ഈ ഫേസിൽ അത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ട് കൂളന്റിന്റെ പാസേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനെ ഓപ്പൺ ഡെക്ക് എന്നും, അല്ല ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ക്ലോസ്ഡ് ഡെക്ക് എന്നും പറയും. ഈ താഴെ കാണുന്നതാണ് ക്രാങ്ക് കേസിന്റെ ഹൗസിങ്. ഓക്കെ, ഇത് ക്യാം ഷാഫ്റ്റിനുള്ള ബോറാണ്. ഈ ക്യാം ഷാഫ്റ്റിന്റെ ആക്സിസും അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ആക്സിസും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതൊക്കെ നമ്മൾ പറയും. ഇനി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പാസേജ് ചെയ്യാനുള്ള അല്ലെ പാസ് ചെയ്യാനുള്ള പാസേജിനെ നമ്മൾ ഓയിൽ ഗാലറീസ് എന്നാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന ഓയിൽ ഗാലറീസിൻ്റെ എൻസ് ഹോൾ, അതായത് ഈ ഹോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുക, ലൂബ്രിക്കേഷൻ ഓയിൽ എവിടെയൊക്കെ മേറ്റിംഗ് പാർട്സ് വരുന്നു അവിടെ എല്ലാം എന്ത് വരണം? ഓയിൽ വരണം, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വരണം. അപ്പോൾ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ പാസേജിനെ നമ്മൾ സീല് ചെയ്യും. സീല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഒരു സർക്കുലേറ്റ് ചെയ്യുന്ന പാത്ത് ഒരു സോളിഡ് ബ്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പാസേജ് നമുക്ക് ഡ്രിൽ ചെയ്തുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ ആവുന്ന സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്ത് കൊടുക്കും. ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിനെ പ്ലഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ എൻഡ്സ് ഓഫ് ദ ഹോൾസ് ആർ സീൽഡ് ബൈ പ്ലഗ്സ്. ഈ പ്ലഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സീൽ ചെയ്യും. ഇനി ക്രാങ്ക് കേസ് എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. അതായത് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് വരുന്നുണ്ട്? ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ക്രാങ്ക് കേസ് മാനുഫാക്ചർ ചെയ്ത് വരുന്നത്. ദാറ്റ് ഇസ് അത് എലോങ് വിത്ത് സിലിണ്ടർ ബ്ലോക്ക് വി കാസ്റ്റ് ക്രാങ്ക് കേസ്. അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിന് കൂടെ തന്നെയാണ് ക്രാങ്ക് കേസും വരുന്നത്. ഇനി എന്താണ് ഈ ക്രാങ്ക് കേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ബെയറിങ്സ്, ഒരുപാട് മെയിൻ ബെയറിങ്സ് ഉണ്ട്. നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് ബെയറിങ്ങിലാണ് അല്ലേ? അപ്പോൾ ഈ ബെയറിങ്ങിനെ എല്ലാം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ക്രാങ്ക് കേസാണ്. അപ്പോൾ ക്രാങ്ക് കേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ബെയറിങ്സിന് എന്ത് കൊടുക്കുക? ഒരു ഹൗസിങ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ക്രാങ്ക് കേസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവശമില്ലാത്ത ബോട്ടം ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോക്സ് മാതിരിയാണ് എന്തിരിക്കുന്നത്? ക്രാങ്ക് കേസ് ഇരിക്കുന്നത്. ഓക്കെ, ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബോക്സ് ലൈക്ക് സ്ട്രക്ചർ വിത്ത് ബോട്ടം പോർഷൻ ഓപ്പൺ. അപ്പോൾ ബോട്ടം ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോക്സ് എങ്ങനെ ഇരിക്കും? അതാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ഇനി ക്രാങ്ക് കേസിന് ഒരു റൂഫ് ഉണ്ടാവും. ആ റൂഫ് എന്ന് പറയുന്നത് സിലിണ്ടർ ബ്ലോക്കിൻ്റെ ബോട്ടം ഡെക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രാങ്ക് കേസിൻ്റെ റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, റൂഫ് എന്താണ്? ലോവർ ഡെക്ക് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക്. അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ലോവർ ഡെക്ക് എന്തായിട്ട് മാറും? ക്രാങ്ക് കേസിൻ്റെ റൂഫായിട്ട് മാറും. ഇനി ക്രാങ്ക് ഷാഫ്റ്റ് ഒരുപാട് ബെയറിങ്സിലാണ് ക്രാങ്ക് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിനെയാണ് മെയിൻ ബെയറിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിലിണ്ടർ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ടോപ്പിലാണ് നമ്മൾ സിലിണ്ടർ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ക്യാം ഷാഫ്റ്റിനെ നമുക്ക് എവിടെയൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും? ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വാൽവിനെ കറക്റ്റ് ടൈമിങ്ങിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വാൽവ് ആക്ച്വേറ്റിംഗ് മെക്കാനിസത്തിൽ നമ്മൾ ഇനി ക്യാം ഷാഫ്റ്റിനെ പറ്റി പഠിക്കും. അപ്പോൾ ക്യാം ഷാഫ്റ്റ് മൗണ്ട് ചെയ്യുന്നത് സിലിണ്ടർ ബ്ലോക്കിലായിരിക്കും, അല്ലെങ്കിൽ ഹെഡിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഹെഡിന് മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്യാം ഷാഫ്റ്റ് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാം ഷാഫ്റ്റ് എവിടെയാണ് മൗണ്ട് ചെയ്യുന്നത്? സിലിണ്ടർ ബ്ലോക്കിൽ മൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ സിലിണ്ടർ ഹെഡിൽ മൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ സിലിണ്ടർ ഹെഡിൻ്റെ മുകളിലായിട്ടും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി
ഈ പറയുന്ന ക്യാം ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റിന് ആക്സിസിന് എന്തായിരിക്കും? പാരലായിരിക്കും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിന് പാരലായിട്ടായിരിക്കും എന്ത്? ക്യാം ഷാഫ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന സിലിണ്ടർ നമ്മൾ മെഷീൻ ചെയ്യുകയാണ്, അതിനെ നമ്മൾ ഫിനിഷ് ചെയ്യണം അല്ലേ? വളരെ മേറ്റിംഗ് സർഫസ് ആണെന്ന് പറഞ്ഞു. പിസ്റ്റണും സിലിണ്ടറിനകത്താണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ പിസ്റ്റണിൻ്റെ സർഫസും ഹൈലി ഫിനിഷ്ഡ് ആയിരിക്കണം, സിലിണ്ടർ സർഫസും ഹൈലി ഫിനിഷ്ഡ് ആയിരിക്കണം. അങ്ങനെ ഫിനിഷ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഹോണിങ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോണിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? സിലിണ്ടറിനെ, നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിലെ സിലിണ്ടറിനെ മെഷീൻ ചെയ്യുന്നത്. മെഷീൻ ചെയ്തതിന് ശേഷം ഹോണിങ്ങും ചെയ്യും. ഹോണിങ് ചെയ്തിട്ടാണ് ആക്യുറേറ്റ് ഫിനിഷിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ്. ഇനി ഈ പറയുന്ന കാസ്റ്റിംഗ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ഗ്രേ കാസ്റ്റ് അയണും അലൂമിനിയവുമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? സിലിണ്ടർ ബ്ലോക്കുകൾ നിർമ്മിക്കാൻ വേണ്ടി അല്ലെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി, കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഓക്കെ, ഇനി ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാർബൺ പ്രസൻറ്റ് ആയിട്ടുണ്ട്. അതേത് ഫോമിലാണ്? ഗ്രാഫൈറ്റിൻ്റെ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ എന്തായിരിക്കും? കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് കൊറോഷനെ അത് റെസിസ്റ്റൻ്റ് ചെയ്യും. അതുപോലെ തന്നെ വെയർ ആൻഡ് ടയർ, തേയ്മാനം എന്ത് ചെയ്യും? അത് റെസിസ്റ്റ് ചെയ്യും. അലൂമിനിയം അലോയ്സ് എന്ന് പറയുന്നത് അലൂമിനിയം സിലിക്കൺ ടൈപ്പ് അലോയ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനും എന്തുണ്ട്? ഗുഡ് വെയർ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൻ സ്ട്രെങ്ത് ആൻഡ് മോഡറേറ്റ് ടെമ്പറേച്ചർ ഇൻ ദ എഞ്ചിൻ ബ്ലോക്ക്. എഞ്ചിൻ ബ്ലോക്കിൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്യാൻ എന്ത് സഹായിക്കും? അലൂമിനിയം അലോയ്സിൻ്റെ സിലിണ്ടർ ബ്ലോക്ക്സ് സഹായിക്കും. ഇനിയും കാസ്റ്റ് ആൻഡ് അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഇത് ഗുഡ് ഫൗണ്ടറി മെറ്റീരിയൽ ആണ്. അതായത് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെറ്റലാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഹൈ മെഷീനബിലിറ്റി ആണ്. ഇതിനെ നമുക്ക് മെഷീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഹൈ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കില്ല? വാർപ്പേജ് ഉണ്ടാവില്ല. വാർപ്പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഷെയ്പ്പിനുണ്ടാകുന്ന വ്യത്യാസമാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഷെയ്പ്പിനുണ്ടാകുന്ന വ്യത്യാസമാണ് വാർപ്പേജ് എന്ന് പറയുന്നത്. അങ്ങനെ വാർപ്പേജ് എന്തുണ്ടാവില്ല? ഹൈ ടെമ്പറേച്ചറിൽ, ഇത് ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. ഇനിയും ഈ കാസ്റ്റ് അയൺ എന്തുണ്ട്? ഗ്രേ കാസ്റ്റ് അയൺ പോറസ് നേച്ചർ ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഒരു ഫിലിം, ലൂബ്രിക്കേറ്റിംഗ് ഫിലിം ഇതെന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും. അങ്ങനെ ലൂബ്രിക്കേറ്റിംഗ് ഫിലിം റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ്? കൂടുതൽ ലൂബ്രിക്കേഷൻ എന്തായിരിക്കും? നമുക്ക് ബെറ്റർ ആയിരിക്കും. ഇനിയും കമ്പാരിറ്റീവ്ലി വെയർ റെസിസ്റ്റൻസ് എന്തിന് കൂടുതലാണ്? ഗ്രേ കാസ്റ്റ് അയണിന് കൂടുതലാണ്. അതുപോലെ തന്നെ ഡാമ്പിംഗ് പ്രോപ്പർട്ടീസ്, അതായത് വൈബ്രേഷൻ ഉണ്ടാകുന്നത് ആര് തടയും? ഗ്രേ കാസ്റ്റ് അയൺ കമ്പാരിറ്റീവ്ലി. അതായത് വലിയ ഫോഴ്സുകളൊക്കെ അതെന്ത് ചെയ്യും? ഡാമ്പ് ചെയ്യും. ഡാമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതങ്ങ് അബ്സോർബ് ചെയ്യും. അതിൽ വലിയ ഫോഴ്സുകളിലൊന്നും എന്തില്ല? വൈബ്രേറ്റ് ചെയ്യില്ല. അത് ഗ്രേ കാസ്റ്റ് അയണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലോ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, അതായത് എത്ര ടെമ്പറേച്ചർ, വളരെ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ലെങ്ത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷനിൽ എന്തുണ്ടാവും? ടെമ്പറേച്ചർ കാരണം ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതിനെയാണല്ലോ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തുണ്ടാവത്തില്ല? വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ലോ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. ടെമ്പറേച്ചർ കൂടിയാലും അതിൻ്റെ ഡയമെൻഷൻ എന്തില്ല? വലിയ വേരിയേഷൻ വരുന്നില്ല. റിലേറ്റീവ്ലി ചീപ്പ് അല്ലേ? കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് സുലഭമായിട്ട് കിട്ടുന്ന വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് കാസ്റ്റ് അയൺ ബട്ട് അയൺ. അയൺ എന്ന് പറയുന്നത്, അയൺ ഓർ എന്ന് പറയുന്നത് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളൊരു മെറ്റൽ ആയതുകൊണ്ട് തന്നെ ചീപ്ലി അവൈലബിൾ ആണ്, റിലേറ്റീവ്ലി ചീപ്പാണ്. ഇനിയും അലൂമിനിയത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. നമുക്കറിയാം അലൂമിനിയം മെറ്റൽ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അതായത് കണ്ടക്ടിവിറ്റി കൂടുതലാണ്, കൂടുതൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കംപ്രഷൻ റേഷ്യോ കൂടുതലായിരിക്കും. അതായത് പെട്ടെന്ന് ചൂടിനെ നമുക്ക് ഡെസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ചൂടായ എഞ്ചിനിൽ നിന്നും നമുക്ക് ഹീറ്റിനെ പുറന്തള്ളാൻ പെട്ടെന്ന് പറ്റും. അതെന്തുകൊണ്ടാണ്? കണ്ടക്ടിവിറ്റി കൂടുതലായതുകൊണ്ടാണ്. അങ്ങനെ പുറന്തള്ളാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി കൂടിയത് കൊണ്ട് കംപ്രഷൻ റേഷ്യോ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ത്രെഡൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ അലൂമിനിയത്തിൻ്റെ ത്രെഡ് മിസ്ഹാൻഡിലിംഗ് വഴി പെട്ടെന്ന് നശിച്ചു പോകും. അതുപോലെ തന്നെ പെട്ടെന്ന് തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സിലിണ്ടറിനകത്ത് എന്ത് ലൈനേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും? കാസ്റ്റ് അയൺ ലൈനേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഹൈ ടെമ്പറേച്ചർ, ഒരു പരിധിക്കപ്പുറം ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റില്ല? അലൂമിനിയത്തിന് അല്ലെ അലൂമിനിയം അലോയ്ക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനിയും കോമ്പോസിഷൻ ആണ് പറയുന്നത്.
ഒരു കാസ്റ്റ് അയൺ, ഗ്രേ കാസ്റ്റ് അയണിൽ 3.5% കാർബൺ ഉണ്ട്, 2.5% സിലിക്കൺ ആൻഡ് 0.65% മാംഗനീസ്. ഇത്രയുമാണ് എന്ത് ഒരു ഗ്രേ കാസ്റ്റ് അയണിൽ വരുന്നത്. കാർബണിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഗ്രാഫൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താ അതിൻ്റെ ഫിലിം ഇല്ലേ, പോറസ് ആയതുകൊണ്ട് അതിനെ ഫിലിം, ഒരു തിൻ ഫിലിം, ലൂബ്രിക്കേറ്റിംഗ് ഫിലിമിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. സിലിക്കണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ റെസിസ്റ്റൻസ് അല്ലേ, തേയ്മാനം കുറയ്ക്കും. അതുപോലെ തന്നെ ഒരു ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ഇതിനകത്തൊരു പിയർലൈറ്റിക് സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെറ്റീരിയൽ സയൻസിലൊക്കെ ഓസ്റ്റെനിറ്റിക് സ്ട്രക്ചർ, ഫെറൈറ്റിക് സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറാണ് പിയർലൈറ്റിക് സ്ട്രക്ചർ. ഈ പിയർലൈറ്റിക് സ്ട്രക്ചറാണ് എന്തിൽ കാണുന്നത്, ഈ പറയുന്ന ഗ്രേ കാസ്റ്റ് അയണിൽ സിലിക്കൺ പിയർലൈറ്റിക് സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ പിയർലൈറ്റിക് സ്ട്രക്ചറിൻ്റെ പ്രത്യേകതയാണ് വെയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മാംഗനീസ് എന്ത് ചെയ്യും, ടഫ്നെസ്സും സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. ഒരു കാസ്റ്റ് അയൺ മെറ്റീരിയൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ സിലിണ്ടർ ബ്ലോക്കിന് സ്ട്രെങ്ത്തും ടഫ്നെസ്സും കൊടുക്കുന്നത് മാംഗനീസിൻ്റെ പ്രസൻസ് ആണ്. അലൂമിനിയം അലോയ്ക്കകത്ത് 11% ആണ് എന്ത് അലൂമിനിയം, സിലിക്കൺ വരുന്നത് 0.5% ആണ്. മാംഗനീസ് 0.4% മഗ്നീഷ്യമാണ് വരുന്നത്. സോ കാസ്റ്റ് അയണിൽ നിന്നും വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാർബണിനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ മഗ്നീഷ്യം വരും. മറ്റ് രണ്ട് മെറ്റലുകളും എന്താണ്, സിലിക്കണും എലമെൻറ്റ്, സിലിക്കണും ഉണ്ട്, മാംഗനീസ് രണ്ടിടത്തും കോമൺ ആണ്. ഒരു എലമെൻറ്റ് മാത്രം മാറുന്നു, ദാറ്റ് ഇസ് മാഗ്നീഷ്യം, ദാറ്റ് ഇസ് 0.4%. ഇനി സിലിക്കൺ എന്ത് റെഡ്യൂസ് ചെയ്യും, അലൂമിനിയം ബ്ലോക്കുകളിൽ അല്ലെങ്കിൽ അലൂമിനിയം സിലിണ്ടർ ബ്ലോക്കിനകത്ത്, അലൂമിനിയം അലോയ്ക്കകത്ത് സിലിക്കണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതെന്ത് റെഡ്യൂസ് ചെയ്യും, എക്സ്പാൻഷൻ റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് സിലിക്കൺ. അതുപോലെ തന്നെ സ്ട്രെങ്ത് എന്ത് കൂട്ടും, അലൂമിനിയത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടും, വെയർ റെസിസ്റ്റൻസ് കൂട്ടും. തേയ്മാനത്തിനെതിരെയുള്ള റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനും സിലിക്കൺ സഹായിക്കും. മാംഗനീസും മഗ്നീഷ്യവും അലൂമിനിയത്തിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്, അതായത് അതിനെ നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മെഷീൻ ചെയ്ത് എന്താവും, ബോറിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ സിലിണ്ടർ ബ്ലോക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ മെഷീനൊക്കെ ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, അതിന് സ്ട്രക്ചറലി വീക്ക് ആവും. അപ്പോൾ അങ്ങനെ സ്ട്രക്ചറലി വീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് മാംഗനീസും മഗ്നീഷ്യവും ആഡ് ചെയ്യുന്നത്. അങ്ങനെ മാംഗനീസും മഗ്നീഷ്യം ആഡ് ചെയ്ത അലൂമിനിയം അലോയ്ക്ക് എന്തുണ്ട്, അതിൻ്റെ സ്ട്രക്ചറിൽ, അലൂമിനിയം സ്ട്രക്ചറിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ AMVIയുടെ നമ്മളൊരു ബൂസ്റ്റർ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 hours നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ലൈവ് സെഷനിലൂടെ, സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും ലൈവ് സെഷനിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 20 hours ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 മോഡൽ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അതായത് മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾ എക്സാം ഹാളിൽ എഴുതാൻ പോകുന്നത് അതുപോലെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അത്. നമ്മൾ April 12th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 hours ഓഫ് ലൈവ് സെഷനാണ്. നിങ്ങൾ ഒരു കാരണവശാലും അത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ എക്സാംസ് ആണ് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമ്മളെ വിലയിരുത്താൻ സഹായിക്കുന്നത്. നമ്മുടെ ഒരു സെൽഫ് അസസ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് എക്സാംസ്. ഇത് മോഡൽ എക്സാം ആണ്, ടോപ്പിക് വൈസ് ഉള്ള എക്സാമ്പിൾ അല്ല, ദ ഹോൾ സിലബസ് വരും. മോഡൽ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു ബൂസ്റ്ററാണ് നമ്മുടെ സെഷൻസ്. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി അതിവേഗം മുന്നേറാനായിട്ടുള്ള ഒരു സെഷനാണ്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.